അപ്പോൾ അല്ലാതെ ഫൈൻ ട്യൂണിങ് നമ്മൾ സെപ്പറേറ്റ് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് പറയുന്നതല്ല. അപ്പോൾ അദ്ദേഹത്തിന് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. എനിക്ക് അതൊക്കെ ഒരു ലോജിക്കൽ റീസണിങ് ആണ് അല്ലേ. അതൊന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എങ്കിൽ ഇദ്ദേഹം എന്ത് സയൻസാണ് പഠിച്ചത്? ഇവിടെ വിഷയം എന്താ വെച്ചാൽ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു നോക്കി. നമ്മളിപ്പം അദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ് മറുപടി പറയല്ല നമ്മളോട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം വീക്ക് ആന്ത്രോപോളജിക്കൽ പ്രിൻസിപ്പിൾ മൂപ്പര് തെറ്റിച്ചാ പറഞ്ഞത്. മൂപ്പര് എന്താ പറഞ്ഞത്, മൂപ്പര് എക്സ്പ്ലെയിൻ ചെയ്ത സംഭവം എന്താ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് വീക്ക് ആന്ത്രോപോളജിക്കൽ പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അതും ഫൈൻ ട്യൂണിങ് തമ്മിലുള്ള ബന്ധം എന്താന്ന് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ പറയണം. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കൗണ്ടർ പറയാൻ. കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ എന്താണോ പറഞ്ഞത് അത് മനസ്സിലാക്കുക പോലും ചെയ്യാതാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എനിക്കൊന്ന് ഇതൊക്കെ മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിന് കുറെ പരിമിതി ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഏരിയ ആയിട്ടുള്ള ആസ്ട്രോഫിസിക്സ് മാത്രം അദ്ദേഹത്തിന് മനസ്സിലാവുന്നതാണ് എന്റെ ധാരണ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ആർഗ്യുമെന്റ് സെറ്റ് ചെയ്യാനോ ഒരു കൺക്ലൂഷൻ എത്താനോ അദ്ദേഹത്തിന് സാധ്യമല്ല എന്നാണ് തോന്നുന്നത്. അതായത് രണ്ട് ജോബും നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ നിരീശ്വരവാദികൾക്ക് മറുപടി പറയുമ്പോൾ അവരെ സയൻസും പഠിപ്പിക്കണം മതവും പഠിപ്പിക്കണം, ഈ രണ്ടും പഠിപ്പിക്കണം. അവരുടെ വാദം അവർക്ക് പറഞ്ഞു കൊടുക്കണം. വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ ടീം ഏറ്റെടുത്തത് എന്നുള്ളതാണ്. അൺമാസ്കിംഗ് അനോമലീസ് ദുബായ് സ്റ്റുഡിയോയിൽ നിന്ന് നമ്മോടൊപ്പം ഉള്ളത് സാരിഫ്, അതോടൊപ്പം തന്നെ ഷാനുമാണ്. രണ്ടുപേരെയും സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളിന്ന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. അദ്ദേഹം ഡിസൈനർ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു 28-30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ കേട്ടപ്പം പിന്നെ അദ്ദേഹം എന്താണ് പറയാൻ ശ്രമിച്ചത് എന്ന് അത് നമ്മൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ്. എന്തായാലും കുറച്ച് ഇൻഫർമേറ്റീവ് ആണ് ചില ഏരിയയിലൊക്കെ, പ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ വിശാലതയെക്കുറിച്ചും. സത്യത്തിൽ ഇതിൻ്റെ പ്രപഞ്ചത്തിൻ്റെ വിശാലതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും വിശാലമായൊരു പ്രപഞ്ചം അവസാനം ദൈവം ഉണ്ടാവില്ലല്ലോ എന്നുള്ള ആർഗ്യുമെൻ്റ് ആണോ അദ്ദേഹം പറയുന്നതെന്നൊക്കെയാണ് ആലോചിച്ച് പോയി. അദ്ദേഹം അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ദൈവമില്ല എന്നുള്ളതിലേക്കാണ് എത്തുന്നത്. ഇതിൽ പിന്നെ അദ്ദേഹം പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്താ വെച്ചാൽ, ഒരു ജിയോസെൻട്രിക് മോഡലായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അതായത് ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, അതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യലാണ് എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് മുമ്പുണ്ടായിരുന്നു. അതിനെ ശാസ്ത്രം പൊളിച്ചടക്കി. അതിൽ അദ്ദേഹം ആ പറഞ്ഞ ശാസ്ത്രകാരന്മാരെ കൊന്നൊടുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ആര് കൊന്നൊടുക്കി എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് ഇദ്ദേഹം വിഷ്ണു വാസുദേവ് ചർച്ച ചെയ്യുമോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാവുന്നതാണ്. കാരണം നിരീശ്വരവാദികളും അതേപോലെ തന്നെ ക്രൈസ്തവ രാജാക്കന്മാരുമാണ് ഇത്തരം സയൻസുകളെ കൊന്നൊടുക്കിയത്. ആ സമയം മുസ്ലിങ്ങൾ ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു ഒന്നുകൂടെ ഒരു പോയിന്റ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ്. കോപ്പർനിക്കസ് ഒരു തിയറി തന്നെ കൊണ്ടുവന്നു. അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന സകല കാഴ്ചപ്പാടുകളെയും പൊളിച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരു തിയറി. അതിന് മുമ്പ് വരെ എല്ലാവരും കരുതിയത് ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും മധ്യഭാഗത്തുള്ളതാണ്. ഈ ഭൂമിയെ വലവിച്ചുകൊണ്ട് സൂര്യനുണ്ട്, ഗ്രഹങ്ങളുണ്ട്, കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ട്, എല്ലാത്തിന്റെ മധ്യഭാഗത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഭൂമിയുണ്ട്. പക്ഷേ കോപ്പർനിക്കസ് പറഞ്ഞത് ഭൂമിയല്ല, ഭൂമി വലവിക്കുന്നത് സൂര്യനാണ്. അപ്പോൾ സൂര്യനാണ് മധ്യഭാഗത്തുള്ളത്. സൂര്യനെ വലവിച്ചുകൊണ്ട് ഭൂമി, മറ്റ് ഗ്രഹങ്ങൾ, മറ്റ് അനേകം നക്ഷത്രങ്ങൾ. പിന്നീട് ഈ തിയറിയിൽ മാറ്റം വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മുൻപുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള ജിയോസെൻട്രിക് തിയറിയെ കോപ്പർനിക്കസ് പൊളിച്ചെഴുതി. ഇത് കേട്ട് ലോകം മുഴുവൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തെ വേട്ടയാടി. പിന്നീട് അദ്ദേഹത്തിന്റെ അതേ വാദഗതിയുമായിട്ട് മുന്നോട്ട് വന്ന പല ഗവേഷകരെയും വളരെ മോശമായ രീതിയിൽ ആളുകൾ പിച്ച് ചീന്തി. ബ്രൂണോയെ പച്ചയ്ക്ക് ജീവനോടെയാണ് തീ കത്തിച്ച് കൊന്നത്. ഗലീലിയോ ഗലീലിയെ അദ്ദേഹത്തിന്റെ മരണം വരെയും തടവിൽ പാർപ്പിച്ചു. ഇതേ കാലഘട്ടത്തിൽ തന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള വാദഗതിയുമായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. അവർ പറയുന്നത് ജിയോസെൻട്രിക് വേൾഡ് അല്ലെങ്കിൽ വേണ്ട, ഹീലിയോസെൻട്രിക് തന്നെ ആയിക്കോട്ടെ, ഈ പ്രപഞ്ചത്തിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സൂര്യൻ തന്നെ ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ലോകം എന്ന് പറയുന്നത് അത് ഭൂമി മാത്രമാണ്. അത് അദ്ദേഹം പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് ജിയോസെൻട്രിക് മോഡൽ ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. അന്ന് നമ്മൾ സ്പെഷ്യലാണ് എന്ന് കരുതിയിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ജിയോസെൻട്രിക് മോഡലല്ല, അതുകൊണ്ട് നമ്മൾ സ്പെഷ്യലല്ല, അതുകൊണ്ട് ദൈവമില്ല എന്നുള്ള ആർഗ്യുമെൻ്റാണ്. എങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കി കാണേണ്ടത്? ഈ കൊലപാതകത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് അതിലേക്ക് ബ്രൂണോനെ കത്തിച്ചു കൊന്നു എന്ന് പറയുന്നുണ്ട്. ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രൂണോനെ കത്തിച്ചു കൊല്ലുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഹീലിയോസെൻട്രിക്കിന് വേണ്ടി വാദിച്ചതല്ല. അദ്ദേഹം ട്രിനിറ്റി നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹെറിറ്റിക്കലായിട്ടുള്ള വിശ്വാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് ദ മെയിൻ റീസൺ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബേൺ ചെയ്ത് കൊല്ലുന്നത്. അപ്പം അതൊരു അക്യുറസി അവിടെ പോരായ്മയുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഭൂമി സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ അല്ല എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് മിൽക്കി വേയുടെ സെന്റർ അല്ല, മിൽക്കി വേയുടെ ഒരു കോർണറിലാണുള്ളത്. അതുവരെ ഓക്കെയാണ്. അതുകൊണ്ട് അത് സ്പെഷ്യൽ അല്ല എന്നുള്ള വാദം പറയുമ്പോഴാണ്, പിന്നീട് ആ സ്പെഷ്യൽ അല്ലാത്തത് കൊണ്ട് അത് ഡിസൈൻഡും അല്ല എന്നുള്ള വാദം പറയുമ്പോഴാണ് നമുക്ക് ചോദിക്കാൻ വൈ നോട്ട്, ലൈക്ക് ഭൂമി സെൻറ്റർ ആവുക എന്നത് എങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. സെൻറ്റർ ആവുക എന്നുള്ളത് യെസ്, നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കാര്യം സെൻറ്റർ ആവുക എന്നുള്ളത് അതിൻ്റെ ഏരിയ വൈസ് അതല്ലെങ്കിൽ ജിയോഗ്രഫിക്കലി ഓക്കെ അത് സ്പെഷ്യൽ ആയിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പം സ്പെഷ്യൽ ആവുക എന്ന ജിയോഗ്രഫിക്കലി സ്പെഷ്യൽ ആയാൽ മാത്രമാണോ ഒരു കാര്യം മോറലി സ്പെഷ്യൽ ആവുക അതല്ലെങ്കിൽ മെറ്റാഫിസിക്കലി സ്പെഷ്യൽ ആവുക എന്നുള്ളൊരു ചോദ്യം നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ആ 30 കുട്ടികളിൽ ഒരു കുട്ടിയെ എല്ലാ അധ്യാപകന്മാർക്കും ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ ഫേവറേറ്റ് ചൈൽഡാണ്, ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആണ്. ക്ലാസ്സിൽ നല്ല നല്ല സംശയങ്ങൾ ചോദിക്കുക, അതേപോലെ പെട്ടെന്ന് ഉത്തരം നൽകുക, അതേപോലെ എക്സാമിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യുക, നല്ല സ്വഭാവമുള്ള, അങ്ങനെ ടീച്ചേഴ്സുമായിട്ട് വളരെ നല്ല ഇൻട്രാക്ഷനുള്ള എല്ലാ ടീച്ചറിൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചൈൽഡ് ഉണ്ടാവും.
അപ്പം നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഫേവറേറ്റ് ചൈൽഡ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറയുമ്പം നമ്മൾ ആ കുട്ടിയായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ എനിക്ക് തോന്നുന്നു വിഷ്ണു വാസുദേവൻ അവിടെ പോയാൽ അവരുടെ റോൾ നമ്പർ നോക്കിയിട്ട് അതിന്റെ മിഡിൽ പൊസിഷനിൽ ആരാണുള്ളത് അവനാണ് സ്പെഷ്യൽ. ഇവന്റെ റോൾ നമ്പർ എന്താണ്? 2 അപ്പോൾ 2 എന്ന് പറയുന്നത് എന്തല്ല, മിഡിലല്ല. അതുകൊണ്ട് സ്പെഷ്യൽ അല്ല എന്ന് പറയുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി എന്ന ഇന്ത്യയുടെ സെൻട്രൽ അല്ല. അസർബൈജാന്റെ ഒക്കെ ബാക്കു എന്ന് പറയുന്നത് ഭയങ്കര കോർണറിലാണ് ഏറ്റവും. അപ്പൊ അതുകൊണ്ട് അതൊന്നും തലസ്ഥാനാക്കാൻ കൊള്ളാത്തൊരു സ്ഥലമായിരുന്നു എന്നുള്ളൊരു ആർഗ്യുമെന്റ് വിഷ്ണു വാസുദേവൻ ഉണ്ടോ എന്നുള്ളത്. അദ്ദേഹം അവിടെ ഒരു നോൺ സെക്യൂട്ടർ ഫാലസിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് സെൻട്രൽ അല്ല, അല്ലെങ്കിൽ സ്പെഷ്യൽ അല്ല, അല്ലെങ്കിൽ ഡിസൈൻഡ് അല്ല, അങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത്. അതിപ്പം അതിന്റെ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ എങ്ങനെയാണ് സ്പെഷ്യൽ അല്ല എന്നുള്ളതിലേക്ക് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും. ഇതിപ്പം നമ്മൾ സെൻറ്റർ ആണ് എന്നുള്ള വിഷയം, ഇപ്പോൾ നമ്മളൊരു ഓർബിറ്റിന്റെ മോഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അതിന്റെ സെൻറ്റർ ഭൂമി സെൻറ്ററാണ് അല്ലെങ്കിൽ സണ്ണ് സെൻറ്റർ ആണെന്നുള്ളതൊരു സിഗ്നിഫിക്കൻറ്റ് പോയിന്റ് ആയിരിക്കും. കാരണം അതിന്റെ ഓർബിറ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അത് സെൻറ്റർ അല്ല എന്നുള്ളത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പക്ഷേ വാല്യൂ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ വില, അതിന്റെ ധാർമ്മികമായ മൂല്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം എന്തിനെയാണ് വില കൽപ്പിക്കുന്നത് എന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് സെൻറ്ററായ മൂല്യമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി സെൻറ്ററിൽ വെക്കണം എന്ന് യാതൊരു നിർബന്ധവും ഒരു സയൻസും പഠിപ്പിക്കുന്നില്ല, ഫിലോസഫിയും പഠിപ്പിക്കുന്നില്ല, ഒന്നും പഠിപ്പിക്കുന്നില്ല. അത് എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ പണ്ട് ഉണ്ടായിരുന്ന ശാസ്ത്രകാരന്മാർ അത് മിഡിലായിരുന്നു എന്നുള്ളത് അസ്യൂം ചെയ്തിരുന്നു. അതിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള കണ്ടുപിടുത്തങ്ങൾ കാണാൻ ശ്രമിച്ചതെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത് സ്പെഷ്യലാണ് എന്നുള്ളത് നമുക്ക് ആർക്കും ആദ്യമല്ല. അപ്പം ആ ഒരു കാര്യത്തെ അവരന്ന് റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പിന്നീട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടപ്പോൾ മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് സ്പെഷ്യൽ അല്ല, ഡിസൈൻഡ് അല്ല എന്നൊരു വാദം ഒരിക്കലും നമുക്ക് ഉന്നയിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ഇതിലൊക്കെ മനസ്സിലാവുന്നത് സയൻസ് കീപ്പ് ഓൺ ചേഞ്ചിങ്, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം എല്ലാം ഒരു നോളജ്, സയൻസിൻ്റെ നോളജാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇതിൽ തുടർന്ന് പറയുന്നുണ്ട്, നമ്മുടെ പ്രപഞ്ചം ഭയങ്കര വിശാലമാണ്, അതിൽ നമ്മുടെ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ മിൽക്കി വേ ഒക്കെ വളരെ ചെറുതാണ്, അതിൽ തന്നെ ഭൂമി വളരെ ചെറുതാണ്, അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ അല്ല എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്പെഷ്യൽ തിയറി പിന്നെയും മുന്നോട്ട് വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം അതിൽ ഉദ്ദേശിക്കാൻ മനസ്സിലാവുന്നില്ല. എങ്കിലും പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യൽ അല്ല, നമ്മൾ വളരെ ചെറുതാണ്. നേരത്തെ പറഞ്ഞ സെൻട്രലല്ല, അതുകൊണ്ട് സ്പെഷ്യൽ അല്ല. ഇപ്പോൾ പറയും നമ്മൾ വളരെ ചെറുതാണ്, വളരെ ടീനി ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ അല്ല. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്പെഷ്യൽ ആർഗ്യുമെൻറ്റിൻ്റെ ഉദ്ദേശം മനസ്സിലാവണില്ല. എഗെയിൻ ഇത് മുമ്പത്തെ ആർഗ്യുമെന്റ് പോലെ തന്നെ ഫാലസി ഓഫ് ഇറലവൻസ് ആണ്. അതായത് സൈസ് കൂടുതലാണ് എന്നതുകൊണ്ട് സ്പെഷ്യൽ ആവുകയോ സൈസ് കുറഞ്ഞു എന്നതുകൊണ്ട് സ്പെഷ്യൽ അല്ലാതാവുകയോ ചെയ്യുന്നില്ല. കാരണം എനിക്കറിയില്ല എങ്ങനെയാണ് നമുക്കൊരു സ്പെഷ്യാലിറ്റി തീരുമാനിക്കുന്നത്. ഇപ്പം ആന നമ്മളെക്കാളും സൈസ് ഉണ്ട് എന്നതുകൊണ്ട് ആന നമ്മളെക്കാളും സ്പെഷ്യൽ ആണെന്ന് വരുമോ എനിക്കറിയില്ല. അതിനേക്കാളും സ്പെഷ്യലായി വരും. എറുമ്പ് സ്പെഷ്യൽ ലൈക്ക് അങ്ങനെയല്ലല്ലോ. നമ്മൾ ഏതൊരു വിഷയത്തെയും സ്പെഷ്യൽ ആണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലല്ല, സൈസിന്റെ അടിസ്ഥാനത്തിലല്ല. ഇതിൽ തന്നെ അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട്, മനുഷ്യൻ സ്പെഷ്യൽ അല്ല, കാരണം വളരെ ചെറിയൊരു വൈറസ് നാളെ മനുഷ്യൻ തുടച്ചു നീക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് പറഞ്ഞതിനെതിരാണ്. അപ്പോൾ ചെറിയ വൈറസ് മനുഷ്യനെ തുടച്ചു നീക്കും എന്ന് പറയാം. അപ്പം എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സൈസോ അല്ലെങ്കിൽ സെൻട്രലോ ആണോ ഒരു സ്പെഷ്യാലിറ്റിക്ക് അടിസ്ഥാനം? അവിടെ അദ്ദേഹം ഒരു ഫാലസി ഓഫ് ഇക്വലൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കമ്പയർ ചെയ്യുകയാണ് രണ്ട് കാര്യത്തെ വെച്ചിട്ട്. സൈസ് വെച്ചിട്ട് മനുഷ്യന്റെ വാല്യൂവിനെ കമ്പയർ ചെയ്യുക. മനുഷ്യനുള്ള മെറ്റാഫിസിക്കൽ വാല്യൂസ് ഉണ്ടല്ലോ, നമ്മൾ അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി സൈസ് അദ്ദേഹം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് മറ്റൊരു ഫാലസിയാണ് ശരിക്കും. അദ്ദേഹം ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു കൺക്ലൂഷൻ ഉണ്ട്, അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് സയൻസ് പറയുക, അതിനോട് ചേർത്ത് അതിനോട് ഒട്ടും ചേരാത്ത ഒരു കൺക്ലൂഷനിലേക്ക് അദ്ദേഹം കൊണ്ടെത്തിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ ഫാലസികളൊക്കെ വരേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അതിനെപ്പറ്റി അല്ലെങ്കിൽ ഈ ലോജിക്കൽ ഫാലസി എന്നുള്ളതിനെ പറ്റി എനിക്ക് കാര്യമായ ധാരണ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് സയൻസ് ചിലപ്പോൾ ധാരണ ഉണ്ടായിരിക്കാം, അദ്ദേഹത്തിന്റെ ഫീൽഡായ ആസ്ട്രോഫിസിക്സിലൊക്കെ ധാരണ ഉണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം അത് ഒരു ലോജിക്കലി കൺക്ലൂഷനിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ പുള്ളിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ടുവരേണ്ട ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇൻഫ്ലുവൻസ് വളരെ മോശമാണ്. അതിന് ധാരാളം ലോജിക്കൽ ഫാലസികൾ കൊണ്ടുവരുന്നുണ്ട് ആ കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി. ഇനി ഈ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു ഭാഗത്തിലേക്ക്, വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗത്തിലേക്ക് പോകാം. അതായത് മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല ഈ പ്രപഞ്ചം. മനുഷ്യർ ഒട്ടും തന്നെ സ്പെഷ്യൽ അല്ല, ഭൂമിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പ്രപഞ്ചം. കാരണം ഭൂമി ഉണ്ടാകുന്നതിനും എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ പ്രപഞ്ചം ഉണ്ടായിരുന്നു. ഐസക് ന്യൂട്ടന്റെ പഠനത്തിൽ ഒരു സ്പെഷ്യൽ സംഭവിച്ചിരുന്നു. പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ഒരു റെഫറൻസ് ഫ്രെയിം നിർണ്ണയിച്ചു. ആ റെഫറൻസ് ഫ്രെയിമാണ് പ്രിവിലേജ് റെഫറൻസ് ഫ്രെയിം. ഭൂമി പ്രിവിലേജിനായിട്ടുള്ള ഒരു റെഫറൻസ് ആണ്. ഭൂമിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം പഠനങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യം. അത് തന്നെയായിരിക്കും വേറെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ അത് വലിയ അബദ്ധമാണെന്ന് പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റീൻ തെളിവുകൾ സഹിതം തെളിയിച്ചു. അതാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി. അതനുസരിച്ച് നമ്മൾ എവിടെ നിന്ന് നോക്കുന്നു എന്നൊരു പ്രാധാന്യമുണ്ട്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റൊരു ബ്ലാക്ക് ഹോളിന്റെ പരിസരത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ. മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ അവസാനത്തെ അഭയം നമ്മൾ അതുല്യരാണെന്നുള്ളതാണ്.
മറ്റ് മൃഗങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. നമുക്ക് ന്യായവാദങ്ങൾ നടത്താൻ സാധിക്കും, ആത്മബോധമുണ്ട്, ഉപകരണങ്ങൾ നിർമ്മിക്കാൻ നമ്മളെ സാധിക്കും. പക്ഷേ പിന്നീട് ശാസ്ത്രം തന്നെ കണ്ടെത്തി ഇത് മനുഷ്യർക്ക് മാത്രമല്ല ചിമ്പാൻസികൾക്ക് കൂടിയുള്ള കഴിവുകളാണ്. അവർക്ക് ആയുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും, ന്യായവാദങ്ങൾ നിരത്താൻ സാധിക്കും, കൂടാതെ അവർക്കും ആത്മബോധമുണ്ട്. മനുഷ്യരുടെയും ചിമ്പാൻസികളുടെയും ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആക്റ്റീവായിട്ടുള്ള ജീനുകളുടെ സിമിലാരിറ്റി പരിശോധിച്ച് കഴിഞ്ഞാൽ അത് 99.6%. പക്ഷേ ഒന്നാമത് ഉപരി പറയുന്നത് എന്താണ്, ഐസക് ന്യൂട്ടൻ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഭൂമിയാണ് പ്രിവിലേജ്ഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് കരുതി എന്നുള്ളതാണ്. അത് വസ്തുതാവിരുദ്ധമാണ്. കാരണം ഐസക് ന്യൂട്ടനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ സയന്റിഫിക് ലോകത്ത് വൈഡ്ലി അക്സെപ്റ്റഡ് ആണ് ഹീലിയോസെൻട്രിക് മോഡൽ എന്ന് പറയുന്നത്. അവരെ ഭൂമിയെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന പ്രിവിലേജ്ഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ടൊന്നും ന്യൂട്ടൻ കണ്ടിട്ടില്ല. ഓഫ്കോഴ്സ് ന്യൂട്ടനെ സംബന്ധിച്ചിടത്തോളം അബ്സല്യൂട്ട് സ്പേസ് ഉണ്ടായിരുന്നു. അബ്സല്യൂട്ട് സ്പേസിനനുസരിച്ച് ഒരു അബ്സല്യൂട്ട് മോഷനൊക്കെ ആൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഭൂമിയെ റെഫറൻസ് ആയിട്ട് കണ്ടിട്ടില്ല. കാരണം ഐസക് ന്യൂട്ടനൊക്കെ എത്രയോ മുമ്പ് തന്നെ എന്താണ് വൈഡ്ലി അക്സെപ്റ്റഡ് ആണ് ഹീലിയോസെൻട്രിക് എന്ന് പറയുന്നത്. മാത്രമല്ല സൂര്യന് ചുറ്റുമുള്ള ഓർബിറ്റൽ മോഷനെ കുറിച്ചൊക്കെ ഐസക് ന്യൂട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഭൂമിയെ റെഫറൻസ് ഫ്രെയിം ആക്കി എടുത്തു, അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് റെഫറൻസ് ഫ്രെയിംസ് ആക്കി എടുത്തു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, അദ്ദേഹം പറഞ്ഞത് ഇവിടുന്ന് നോക്കുന്നത് പോലെ അല്ല മറ്റു സ്ഥലത്തു നിന്ന് നോക്കുമ്പം, പല സ്ഥലത്തു നിന്ന് നോക്കുമ്പോൾ പല രീതിയിലാണ് കാണുക എന്ന് ഐൻസ്റ്റൈൻ തെളിയിച്ചു എന്നുള്ളതാണ്. അതും തെറ്റാണ്. കാരണം വ്യത്യസ്ത സ്ഥലത്തു നോക്കുമ്പോൾ വ്യത്യസ്ത രീതിയിലാണ് കാണുക എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എല്ലാ സ്ഥലത്തും ഉള്ള നിയമങ്ങൾ ഫിസിക്സ്, കാരണം ഇത് വ്യത്യസ്തമാണ് എന്നതിനെയാണ് ശരിക്കും, വ്യത്യസ്തമല്ല എന്നാണ് ഐൻസ്റ്റൈൻ ആക്ച്വലി പറഞ്ഞത്. കാരണം ഫിസിക്സിന്റെ നിയമങ്ങൾ എല്ലാ സ്ഥലത്തും ഒരേപോലെയാണെന്നും എല്ലാ ഫ്രെയിം ഓഫ് റെഫറൻസും ഈക്വലി വാലിഡ് ആണ് എന്നും മാത്രമാണ് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുള്ളത്. എല്ലായിടത്തുനിന്നും ഒരേപോലെയാണ്, എല്ലായിടത്തുനിന്നും നോക്കുമ്പോൾ ഒരേപോലെ അല്ല കാണാന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ന്യൂട്ടന് മുമ്പേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ന്യൂട്ടൻ ഈവൻ തോ ന്യൂട്ടൻ ഒരു അബ്സല്യൂട്ട് സ്പേസ് ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭൂമിയോ അതല്ലെങ്കിൽ മറ്റെന്തിനെയോ ഒരു അബ്സല്യൂട്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് ന്യൂട്ടൻ കരുതിയിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ ഭാഗം എന്താ വെച്ചാൽ മനുഷ്യൻ സ്പെഷ്യൽ അല്ല എന്നും മനുഷ്യനെ പോലെ തന്നെ മറ്റു മൃഗങ്ങൾക്കും സാധിക്കും, അത് എയ്പ്സിനൊക്കെ പറ്റും എന്നുള്ളതാണ്. അതിനൊരു ഒരു DNA ഒക്കെ ഏകദേശം സെയിം ആണെന്നുള്ള രൂപത്തിൽ അദ്ദേഹം അത് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ സ്പെഷ്യൽ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആർഗ്യുമെന്റ് സെറ്റ് ചെയ്യുന്നത്. ഏപ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, അപ്പോൾ കാക്കകൾക്ക് സം കൈൻഡ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്, അതേപോലെ എലിഫന്റിന് ഇന്റലിജൻസ് ഉണ്ട്, അതേപോലെ ഡോൾഫിൻസിന് ഇന്റലിജൻസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഇന്റലിജൻസും പല മനുഷ്യന്മാർക്കും ഉണ്ടാവും, പല ജീവജാലങ്ങൾക്കും ഉണ്ടാവും. ഇതുകൊണ്ട് മനുഷ്യൻ സ്പെഷ്യൽ അല്ലാണ്ടാവുന്നില്ല. ലൈക്ക് ഇതുപോലെ പോഡ്കാസ്റ്റ് നടത്തുന്ന ഏതെങ്കിലും ഏപ്സിന് അദ്ദേഹത്തിന് പരിചയമുണ്ടെങ്കിൽ ആ ഏപ്സ് ഇത് വന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മുൻപിലേക്ക് എടുക്കാമെന്നല്ലാതെ ലൈക്ക് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇവിടെയുള്ള സിവിലൈസേഷനോ നമ്മളുണ്ടാക്കുന്ന മിഷനറിയുടെയോ ആ ഒരു ലെവൽ ഓഫ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മിഷനറി പ്രോസസ്സസ് ഒന്നും തന്നെ ഈ പറയുന്ന ഏപ്സ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആക്ച്വലി ഇത് അദ്ദേഹത്തിന്റെ വാദത്തിന് എതിരാണ്. കാരണം DNA ഇത്ര ചെറിയ ഡിഫറൻസേ ഉള്ളൂ, എന്നിട്ട് പോലും ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസുകൾ നമ്മുടെ തലച്ചോറിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനൊരു പ്രശ്നമായി മാറും എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സയന്റിഫിക് അമേരിക്കൻ എന്ന് പറയുന്ന അതിനകത്തൊരു ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അവരതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഓത്തർ ആരാന്ന് ഓർക്കുന്നില്ല, പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ മനുഷ്യനാണ് ഏലിയൻസ് എന്നുള്ളത് ശരിക്കും. കാരണം ഭൂമി ഇവിടെ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങൾ സർവൈവ് ചെയ്ത് വന്ന മാതിരിയുള്ള ഒരു നേച്ചറല്ല ഹ്യൂമൻ വന്നതിന് ശേഷം ഉണ്ടായത്. ഹ്യൂമൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ മറ്റുള്ളവർ സർവൈവ് ചെയ്ത് ഈ ഭൂമിയെ അടക്കി ഭരിക്കുന്നതിനെക്കാട്ടിയും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഹ്യൂമൻസ് വന്നിട്ട് ഭൂമി അടക്കി ഭരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒരു ജസ്റ്റിഫിക്കേഷനായിട്ട് അത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഇത് ഉള്ളപ്പോഴാണ് പുള്ളി ഒരു എന്താ പറയുക, ഒരു ശാസ്ത്ര വിദ്യാർത്ഥി പോലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം ശാസ്ത്രത്തിന് പേരിൽ പറഞ്ഞത്. നേരത്തെ ഷാനു പറഞ്ഞ പോലെ തന്നെ നമുക്ക് DNA 99.8% സിമിലാരിറ്റി ഉണ്ട് എന്നാണ് ആർഗ്യുമെന്റ്. അതിന്റെ വസ്തുത വേറൊന്നാണ്. ആ സിമിലാരിറ്റിയിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, പുതിയ ഡിസ്കവറിലൊക്കെ അത് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാൽ ഇവർ ആർഗ്യുമെന്റ് സമ്മതിച്ചു കൊടുത്താൽ പോലും അത്ര ചെറിയ വ്യത്യാസം ഉണ്ടായിട്ട് പോലും ഒരു എയ്പ്പോ ഒന്നോ ഒരു ഐഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റോ ഇന്നവർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ച് സ്റ്റിക്കും സ്റ്റോണും വെച്ചിട്ടുള്ള വളരെ പ്രിലിമിനറി ആയിട്ടുള്ള രീതിയിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ന്യായവാദങ്ങൾ നിരത്തും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഇവിടെ ആർഗ്യുമെന്റ്സും കോസ്മോളജിക്കൽ ആർഗ്യുമെന്റും ടിയോളജിക്കൽ ആർഗ്യുമെന്റും സയന്റിഫിക് ആർഗ്യുമെന്റും ഒന്നും അല്ല അവിടെ പറയുന്നത്. കാരണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ലാംഗ്വേജ് വേണം. ലാംഗ്വേജ് മനുഷ്യന്മാർക്ക് മാത്രമാണുള്ളത്. ഓക്കെ, സ്വാഭാവികമായും ഈ പറയുന്ന ലാംഗ്വേജും ആ മീനിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിലുള്ള ഹൈ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ മനുഷ്യന്മാർക്കിടയിൽ മാത്രമാണ് നടക്കുന്നത്. സോ അത്
ചിമ്പാൻസിറ്റ് കമ്പയർ ചെയ്യാൻ ലൈക്ക് ഇതിന് വലിയ PhD ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കോമൺ സെൻസ് മതി. കാരണം ഇന്നേ വരെ ഇതുപോലെ പോഡ്കാസ്റ്റ് ഒരു ചിമ്പാൻസി നടത്തിയിട്ടില്ല, അതാലോചിച്ചാൽ മതി. മനുഷ്യനും കുരങ്ങും വ്യത്യസ്തമല്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു എന്നുള്ളത് തന്നെ ഭയങ്കര സങ്കടം. അതെ, അദ്ദേഹത്തിന്റെ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ, വികലമായ ശ്രമങ്ങൾ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അദ്ദേഹത്തിന് റിപ്ലൈ ചെയ്യാൻ കൊടുത്തതിന് ശേഷം പുള്ളിയുടെ ഈഗോ കുറച്ച് ഹർട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ത് സയൻസ് പറഞ്ഞാലും അദ്ദേഹം കണക്ട് ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതെ, അല്ല ഇനിയിപ്പം വാദത്തിന് വേണ്ടി സമ്മതിക്കുകയാണ് ചിമ്പാൻസിക്ക് ഇന്ന് മനുഷ്യനെ പോലെയുള്ള ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ലാംഗ്വേജും മറ്റു കാര്യങ്ങളും മിഷനറിയും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും ഡിസൈനർ ഇല്ല എന്നോ ഒന്നും വരുന്നില്ല. മനുഷ്യനും ചിമ്പാൻസിയും രണ്ടും ഒരു സ്പെഷ്യൽ ആണെന്ന് മാത്രമേ വരുന്നുള്ളൂ, രണ്ടും കൂടി സ്പെഷ്യൽ ആണെന്നുള്ള കാര്യം മാത്രമേ വരുന്നുള്ളൂ. അവരും കൂടി ആ ഗ്രൂപ്പിലേക്ക് വരുന്നു എന്ന് മാത്രമേ വരുന്നുള്ളൂ. അതല്ലാതെ മനുഷ്യനവിടെ ഒരു രീതിയിലും മനുഷ്യന്റെ വാല്യൂ ഇടിയുന്നില്ല എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന്റെ കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു പോയിന്റും അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിൽ ഇല്ല. അല്ല, നമ്മൾ തന്നെ വിശ്വസിക്കുന്ന വിഷയമാണ്. ഇപ്പം മലക്കുകളും ജിന്നുകളും ഒക്കെ തന്നെയുണ്ട്, മറ്റു ജീവജാലങ്ങൾ അങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അവരുണ്ട് എന്നതുകൊണ്ട് മനുഷ്യൻ സ്പെഷ്യൽ ആവാതിരിക്കുന്നില്ല. അതുപോലെ വേറൊരു ജീവി ഉണ്ട് എങ്കിൽ അവരും നമ്മളും സ്പെഷ്യൽ ആണ് എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ മനുഷ്യൻ സ്പെഷ്യൽ ആണ് എന്ന് വിശ്വസിക്കാൻ കാരണം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചു, അതുകൊണ്ട് മനുഷ്യൻ സ്പെഷ്യൽ സൃഷ്ടിയാണ് എന്നാണ് തന്നെയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി അതല്ല, അങ്ങനെ അല്ലെങ്കിൽ ആ ആർഗ്യുമെന്റിന് ഇദ്ദേഹം തയ്യാറാവണം. നമ്മളോട് വളരെ മാന്യമായ രൂപത്തിൽ ചർച്ചയ്ക്ക് ഇദ്ദേഹം തയ്യാറാവണം. അങ്ങനെ ദൈവമില്ല, ആ ദൈവം പ്രവാചകൻ അയച്ചിട്ടില്ല, ആ ദൈവം വേദഗ്രന്ഥം ഇറക്കിയിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിക്കും, നമുക്ക് ആരോഗ്യകരമായ ചർച്ചയ്ക്ക് തയ്യാറാവാം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പം നമ്മുടെ തെളിവുകൾ എന്താണോ നമുക്കുള്ളത് അതിന് നിങ്ങൾക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കും, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ തെളിവുണ്ട് അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ള. തീർച്ചയായിട്ടും നമുക്ക് ആ ചർച്ചയ്ക്ക് ഇദ്ദേഹം തയ്യാറാകണം എന്ന് കൂടിയാണ്. അതെ, നമുക്ക് അതിന് പ്രമാണമായിട്ട് യുക്തി, ലോജിക്ക് ഒക്കെ ഉപയോഗിക്കാം, ലോജിക്കും ചരിത്രങ്ങളും ഒക്കെ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും. അതെ, ഇതൊരു അൺമാസ്കിംഗ് ടീമിൻ്റെ ഒരു പിന്നെ ഒരു ഇദ്ദേഹത്തോടുള്ള ഒരു ഇൻവൈറ്റേഷനാണ്. പിന്നെ ലോജിക്ക്, യുക്തി പിന്നെ ഒക്കെ വെച്ചിട്ട്, ലോജിക്കിൻ്റെ നിയമങ്ങൾ വെച്ചിട്ട് ഈ വിഷയത്തിൽ ഒരു ആരോഗ്യകരമായ രൂപത്തിലൊരു സംവാദത്തിന് ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നാണ് ഈ വിഷയത്തിൽ എന്നാണ് അൺമാസ്കിംഗ് ടീം ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. അത് ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇപ്പം ലാംഗ്വേജ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ തത്തകൾക്ക് സം കൈൻഡ് ഓഫ് സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. അതേപോലെ ബീവറിന് എന്താണ് ഡാം പണിയാനുള്ള കഴിവുണ്ടൽ എന്ന് പറയാറുണ്ട്. അപ്പം മനുഷ്യർ ഡാം പണിയാറുണ്ട്. അപ്പം കൺസ്ട്രക്ഷൻ അവർക്കും ചെയ്യാൻ പറ്റും, നമുക്കും ചെയ്യാൻ പറ്റും. ലൈക്ക് അങ്ങനെയല്ല, ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള കഴിവുകളുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മോറലി കാര്യങ്ങൾ മനസ്സിലാക്കുക, വേർതിരിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് അടുത്ത ജനറേഷൻ അത് പറഞ്ഞു കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ യുണീക്കായിട്ടുള്ള കഴിവുകളെന്ന് പറയുന്നത്. ഇത് മറ്റു ജീവജാലങ്ങൾക്ക് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നാൽ അതേ സമയത്ത് മറ്റു ജീവജാലങ്ങൾക്ക് നമുക്കില്ലാത്ത പല കഴിവുകളും ഉണ്ടാവും. ഇപ്പം തേനീച്ചക്ക് കൂടുണ്ടാക്കുന്നത് പോലെ നമുക്ക് കൂടുണ്ടാക്കാൻ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. പക്ഷെ തേനീച്ച സമയത്ത് വളരെ സിമ്പിളായിട്ട് അത് ചെയ്യാൻ കഴിയും. കാരണം അതിന് അങ്ങനെ പഠിച്ചിട്ടുണ്ട്, എട്ടുകാലിക്ക് വല ഉണ്ടാക്കുന്ന വിഷയം. അപ്പം പക്ഷെ അതിന് ആ ഒരു കാര്യങ്ങൾ മാത്രമേ ആ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പുതിയ രീതിയിലുള്ള സിവിലൈസേഷനും മറ്റു കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് അതിനുള്ള കഴിവ് അവർക്കില്ല എന്നുള്ളതാണ്. സയൻസും അതിനനുസരിച്ചുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അവർ പണ്ട് ഉപയോഗിക്കുന്ന എവിടെയെങ്കിലും ട്യൂഷന് പോയിട്ടല്ല ഈ പറയുന്ന ബീവറോ അതല്ലെങ്കിൽ പറയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ എവിടെന്നെങ്കിലും പഠിച്ചാൽ മാത്രമേ ഇത് പറയാൻ പറ്റൂ എന്നുള്ളതാണ്. പക്ഷെ പഠിക്കാനുള്ള എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മറ്റു കാര്യങ്ങളും നമുക്കുണ്ട്, ലാംഗ്വേജ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ തന്നെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. കാരണം മനുഷ്യരുണ്ടായിട്ട് ഒരുപാട് വർഷങ്ങളായി, നമ്മൾ 200 വർഷമായിട്ട് പ്രോഗ്രസ് ചെയ്തിട്ടുള്ളൂ. ഈ 200 വർഷമായിട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് കണ്ടുപിടിച്ച ചെറിയ ചെറിയ അറിവുകൾ ജനറേഷൻ ത്രൂ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ്. അത് കിട്ടുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ഉണ്ട് എന്നുള്ളതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ. നോളജ് എന്നുള്ള കാര്യം മനുഷ്യന് ആണ് ചെയ്യാൻ സാധിക്കും. അതെ, കാരണം ഇതുവരെയുള്ള എല്ലാ നോളജുകളും നമുക്ക് നഷ്ടപ്പെടുകയാണ്. പിന്നെയും നമ്മൾ Z മുതൽ A മുതൽ തുടങ്ങേണ്ടി വരും. കാരണം ഇപ്പം ഈ പറയുന്ന എല്ലാ പറയുന്ന തേനീച്ചകളും മരിച്ചാലും പുതിയൊരു തേനീച്ച വരുമ്പോൾ ആ തേനീച്ചയ്ക്ക് ഈ അറിവുണ്ടാവും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യന്മാരും മരിച്ച് ഇവിടെയുള്ള എല്ലാ പുസ്തകങ്ങളും നശിച്ചു പോയാൽ സ്വാഭാവികം നാളെ വരുന്നൊരു കുട്ടി ശിലായുഗത്തിലേക്ക് തന്നെ പോകും, പുതുതായിട്ടെല്ലാം തുടങ്ങേണ്ടി വരും എന്നുള്ളതാണ്. ഇത് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് 25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഫറൂഖ് കോളേജിൽ ഞങ്ങൾ കോളേജ് യൂണിയൻ ഉദ്ഘാടനം, ഞങ്ങൾ ബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അന്നത്തെ പ്രമുഖനായിട്ടുള്ള യുക്തിവാദി നേതാവായിരുന്ന U കലാനാഥ മാഷായിരുന്നു. അദ്ദേഹം ആ കോളേജ് പ്രദേശത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലക്കാണ് വന്നത്. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് അന്ന്, പിന്നെ ഇവിടെ 10,000 വർഷങ്ങളായി തേനീച്ച ഒരേ രൂപത്തിലാണ് വീടുണ്ടാക്കുന്നത്, അത് കൂടുണ്ടാക്കുന്നത്, അതിനൊരു മാറ്റവും ഇല്ല.
അതുകൊണ്ട് തന്നെ ദൈവം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ്. അതെങ്ങനെ അദ്ദേഹം ലിങ്ക് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ അപ്പം ഓർമ്മ വന്നൊരു കാര്യം, തേനീച്ച ഒരു സ്പെഷ്യൽ ക്രിയേഷൻ അല്ല എന്നുള്ള രൂപത്തിലാണ്. അപ്പം മനുഷ്യനൊരു സ്പെഷ്യൽ ക്രിയേഷൻ ആണല്ലോ. മനുഷ്യൻ ഇപ്പോൾ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ, 100 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ബിൽഡിംഗ് ഉണ്ടാക്കിയ പോലെ അല്ല ഇപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. അന്ന് ബുർജ് ഖലീഫ ഉണ്ടാക്കിയിരുന്നില്ല, ഇപ്പോൾ ഉണ്ടാക്കുന്നു. അപ്പം അത് ഇപ്പം പറഞ്ഞതിന് നേർ വൈരുദ്ധ്യമാണ്. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ്റെ ഒരു വ്യക്തമായ പരാമർശം ശ്രദ്ധേയമാകുന്നത്. അതായത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പിന്നെ എല്ലാ വസ്തുക്കളെയും എല്ലാ ജീവനെയും സൃഷ്ടിക്കുകയും അവർക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുകയും ചെയ്തവനാണ് റബ്ബിനെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തേനീച്ച സൃഷ്ടിച്ചൊരു അള്ളാഹു തേനീച്ചക്കൊരു മാർഗ്ഗനിർദ്ദേശം നൽകി, എങ്ങനെ ജീവിക്കണം, എങ്ങനെ വീടുണ്ടാക്കണം, എങ്ങനെ കൂടുണ്ടാക്കണമെന്ന്, ഉറുമ്പായാലും എല്ലാത്തിനും ഒരു ഗൈഡൻസ് നൽകുന്നുണ്ട്. മനുഷ്യൻ്റെതായിട്ടുള്ള ഒരു സവിശേഷത കൊടുത്തു, മനുഷ്യന് പ്രത്യേകത കൊടുത്തു, മനുഷ്യന് ഫ്രീ വില്ല് നൽകി, സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ് നൽകി. അങ്ങനെ ചോയ്സ് നൽകിക്കൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരെ അയക്കേണ്ടി വന്നതും ഒക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ശരിയാവുക എന്നാണ് ഇതിനോട് ആഡ് ചെയ്ത് പറയാനുള്ളത്. ഇപ്പം നമ്മുടെ എർത്തിൻ്റെ കാര്യം, എർത്ത് സെൻട്രൽ അല്ല എന്ന് പറയുമ്പം, എർത്ത് സെൻട്രൽ അല്ലാതിരിക്കുക എന്നുള്ളത് ലൈഫ് പെർമിറ്റിങ്ങിന് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം എർത്ത് എന്ന് പറയുന്നത് എന്താണ്, മറ്റു പ്ലാനറ്റുകൾ പോലെ കുറച്ചുകൂടി സൂര്യനോട് അടുത്തിട്ടാണെങ്കിൽ സ്വാഭാവികമായും അവിടെ അധികമായി ചൂടുണ്ടാവും. കുറച്ചുകൂടി ദൂരത്താണെങ്കിൽ സ്വാഭാവികമായും അവിടെ തണുപ്പുണ്ടാവും. ഇനി എർത്തിനെ കൊണ്ടുപോയി സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇപ്പോൾ എന്തുകൊണ്ടാണ് സണ്ണ് സെൻറ്റർ ആവുന്നത്? സണ്ണ് സെൻറ്റർ ആവുന്നത് അതിൻ്റെ ആക്ച്വലി സണ്ണല്ല സെൻറ്റർ, അതിൻ്റെ റിലേറ്റീവ് മാസും മറ്റു കാര്യങ്ങളൊക്കെ ആവട്ടെ. എനിവേ എന്തുകൊണ്ടാണ് സണ്ണ് സെൻറ്റർ ആവുന്നത്? ഇൻ പ്രാക്ടിക്കൽ സെൻസിലെങ്കിലും സണ്ണ് കൂടുതൽ മാസീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ എർത്ത് സെൻറ്റർ ആകുമ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും? സണ്ണ് അതിനേക്കാളും ചെറുതായിരിക്കണം, എങ്കിൽ മാത്രമാണ് എർത്തിന് ചുറ്റും സണ്ണ് ഓടുള്ളൂ. എർത്തിന് ചുറ്റും സണ്ണ് ഓടുമ്പോൾ സ്വാഭാവികമായി എന്തെങ്കിലും സണ്ണിൻ്റെ സണ്ണ് ചെറുതായിരിക്കും. സണ്ണ് ചെറുതാകുമ്പോൾ സണ്ണിൻ്റെ ലൈറ്റും ഹീറ്റും കുറവായിരിക്കും. സണ്ണിൻ്റെ ലൈറ്റും ഹീറ്റും കുറവാകുമ്പോൾ സ്വാഭാവികമായതും അത് എർത്തിനെ ലൈഫ് പെർമിറ്റിംഗ് ആക്കില്ല. സോ ഇതൊക്കെ സിമ്പിൾ റീസണിങ് ആണ്. സണ്ണിൻ്റെ പർപ്പസ് അവിടെ നടക്കില്ല. അപ്പം സ്വാഭാവികമായും എർത്ത് ലൈഫ് പെർമിറ്റിംഗ് ആവണമെങ്കിൽ സ്വാഭാവികമായും അത് സെൻറ്റർ ആവാതിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ പർപ്പസാണ് നോക്കുക. ആ പർപ്പസ് വെച്ച് നോക്കുമ്പോൾ എവിടെയാണോ എർത്ത് ഇരിക്കേണ്ടത് അവിടെ തന്നെയാണ് എർത്ത് ഉള്ളത് എന്നുള്ളതാണ്. തീർച്ചയായും കേരളത്തിലെ ഒരു വലിയ ശാസ്ത്രാധ്യാപകനെ അങ്ങോട്ട് ശാസ്ത്രം പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇത് വലിയ ശാസ്ത്രമല്ല, അതാണ് എൻ്റെ ഒരു പ്രധാന പ്രശ്നം. വളരെ ചെറിയ ശാസ്ത്രം വരെ പഠിപ്പിക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്നുള്ളതാണ്. എർത്താണ് സെൻട്രൽ ഇരിക്കുകയെങ്കിൽ സ്വാഭാവികമായും എർത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ മാസം ഉണ്ടാവും. കൂടുതൽ മാസം ഉണ്ടാവും, സ്വാഭാവികമായും സണ്ണ് ചെറുതായിരിക്കും. അപ്പോൾ അതിന് സഫീഷ്യന്റ് ഇപ്പം കൊടുക്കുന്ന സഫീഷ്യന്റ് ലൈറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും. ഇനി അദ്ദേഹം പിന്നെ ആന്ത്രോപിക് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. സത്യത്തിൽ അത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആ ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം. അവിടെ ഉന്നയിക്കാൻ സാധിക്കുന്ന മറ്റൊരു വാദം ആന്ത്രോപിക് പ്രിൻസിപ്പിളാണ്. ആന്ത്രോപിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്ന തരത്തിൽ മാത്രമാണ് ഈ പ്രപഞ്ചം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഡിസൈൻ അങ്ങനെയാണ്. ഈ ഡിസൈനിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ ഇവിടെ ജീവിതം ഒരിക്കലും സാധ്യമാകില്ലായിരുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ, മിൽക്കി വേയുടെ പ്രവർത്തനത്തിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ, ആ മിൽക്കി വേയിലുള്ള നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സ്ഥാനത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ, നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഭൂമിയുടെ സ്ഥാനത്തിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ, ഇവിടെ നടക്കുന്ന പല പ്രതിഭാസങ്ങളിലും ഒരു ചെറിയ വ്യതിചലനം സംഭവിച്ചിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവജാലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ തന്നെ ഉണ്ടാകില്ലായിരുന്നു. ഇതിനും അപ്പുറത്തേക്ക് കുറച്ചുകൂടെ കടന്നു ചെല്ലുന്ന മറ്റൊരു പ്രിൻസിപ്പിൾ കൂടിയുണ്ട്, സ്ട്രോങ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് മനഃപൂർവ്വം ആരോ ഒരാൾ, ഒരു അദൃശ്യ ശക്തി ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് മനുഷ്യൻ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി. അപ്പം വീക്ക് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പർ എന്ത് ചെയ്യുന്നത്, ഇത് വിശദീകരിക്കുന്നത്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതും വീക്ക് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു പുള്ളി പറയുന്ന കാര്യത്തിന്റെ ഒരു കൗണ്ടറാണ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് നമ്മൾ തന്നെ സാധാരണ ഉന്നയിക്കാറുള്ള ഒരു ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് എന്നുള്ള ആ ആർഗ്യുമെന്റ് ആണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത് നമുക്ക് എന്താണ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. വീക്ക് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത്. ഫൈൻ ട്യൂണിങ് ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം എന്താണ്, ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ഫൈൻ ട്യൂണിങ് ഡാറ്റ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആയാലും കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ആണെങ്കിലും അങ്ങനെയുള്ള പല ഫണ്ടമെന്റൽ കോൺസ്റ്റൻസും അതിൻ്റെ വാല്യൂസ് ഒന്ന് അങ്ങോട്ട് സ്ലൈറ്റ്ലി അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ലൈഫ് പെർമിറ്റിംഗ് ആവില്ല. അല്ലെങ്കിൽ എന്താണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് കുറച്ചുകൂടി കൂടുകയാണെങ്കിൽ, അതിൻ്റെ വാല്യൂ കുറച്ചുകൂടി കൂടുകയാണെങ്കിൽ പ്രപഞ്ചം എല്ലാം കൂടിയും ഒന്നായി മാറും. അത് കുറയുകയാണെങ്കിൽ പ്രപഞ്ചം പെട്ടെന്ന് അകന്നു പോകും. അങ്ങനെ ആറ്റംസും എന്താണ് കല്ലുകളും സ്റ്റാർസും ഒന്നും ഫോം ചെയ്യില്ല. അങ്ങനെ ഫോം ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും ഇവിടെ ലൈഫ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് കാർബൺ ബേസ്ഡ് ലൈഫ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതാണ് ബേസിക്കലി ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് ബേസിക്കലി പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എത്ര എപ്പിസ്റ്റമിക്കലി പോസിബിൾ ആയിട്ടുള്ള എത്ര വാല്യൂസ് എടുക്കാൻ പറ്റുമെന്ന് നോക്കും. അത് ഡിനോമിനേറ്ററിൽ ഇടും, ബേസിക് പ്രോബബിലിറ്റി. എന്നിട്ട് ന്യൂമറേറ്ററിൽ അതിൽ ലൈഫ് പെർമിറ്റിംഗ് ആയിട്ടുള്ള എത്ര വാല്യൂസ് ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് ന്യൂമറേറ്റർ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. അങ്ങനെ ആവുമ്പം സ്വാഭാവികമായും യാദർശികമായി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഈ ഒരു വാല്യൂ എടുക്കാനുള്ള സാധ്യത അത് വളരെ കുറവാണ്. അപ്പോൾ അത്രയും വളരെ കുറവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ളൊരു വേൾഡ് കാണുന്നത്?
ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇംപ്രോബിൾ ആയിട്ടുള്ളൊരു വേൾഡ് കാണുന്നത് എന്നാണ് ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് പറയുന്നത്. ഇതിന് കൗണ്ടർ ആയിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത് വീക്ക് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ വരുന്നത്. അദ്ദേഹം അവിടെ പറയുന്നത് ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് ആണ്. ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് പറഞ്ഞിട്ട് അതിനെ വീക്ക് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് വളരെ സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണ് അദ്ദേഹം വരുത്തുന്നത്. അദ്ദേഹത്തിന്റെ മേഖലയല്ലാത്ത കാര്യങ്ങളിലേക്ക് കൈകടത്തുമ്പോൾ ഉള്ളൊരു പ്രശ്നമാവണം. എനിവേ, വീക്ക് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ സത്യത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ, വീക്ക് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ പറയുന്നത് ഈ പ്രപഞ്ചം ഇങ്ങനെ എന്താണ് നമ്മൾ നോക്കുമ്പോൾ ഇതെന്തുകൊണ്ട് എത്ര കറക്റ്റ് വാല്യൂ വന്നു എന്ന ചോദ്യം ആക്ച്വലി ശരിയില്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം പ്രപഞ്ചം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡിസൈൻഡ് അല്ലാത്തൊരു യൂണിവേഴ്സ് നമ്മൾ കാണില്ല. അല്ലെങ്കിൽ ഡിസൈൻഡ് അല്ലാത്തല്ല, കറക്റ്റ് ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ ടു ലൈഫ് പെർമിറ്റിംഗ് കോൺസ്റ്റന്റ് അല്ലാത്ത ഒരു യൂണിവേഴ്സ് നമ്മൾ കാണില്ല. കാരണം അങ്ങനെ അല്ലാത്തൊരു യൂണിവേഴ്സിൽ നമ്മൾ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇത് ഇത്തരം സർവൈവർഷിപ്പ് ബയാസ് എന്ന് പറയും, അല്ലെങ്കിൽ ഒബ്സർവർ സെലക്ഷൻ എഫക്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ കാണുന്ന യൂണിവേഴ്സ് ലൈഫ് പെർമിറ്റിംഗ് ആയി അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ ആൻസസ്റ്റേഴ്സിൽ ആരും തന്നെ എന്താണ് ചൈൽഡ്ലെസ് ആയിട്ട് മരിച്ചിട്ടില്ല, അത് അവരെല്ലാവരും മക്കളുണ്ടായിട്ടാണ് മരിച്ചത്. അതെന്താ അങ്ങനെ ഒരാൾ പോലും ചൈൽഡ് ഇല്ലാതെ മരിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും അവർക്ക് മക്കളുണ്ടായതിന് ശേഷമാണ് അവർ മരണപ്പെട്ടത്. ഓക്കെ, അതെന്താ ആരും അതിന് മുമ്പ് മരിക്കാത്തത് എന്നുള്ള ചോദ്യം എന്തല്ല പ്രസക്തമല്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഞാൻ ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ് ഇങ്ങനെ എക്സാക്ട് ഈ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്നാണ് ബേസിക്കലി വീക്ക് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ ബേസിക്കലി പറയുന്നത്. അതായത് ഫൈൻ ട്യൂൺ ആർഗ്യുമെന്റിന്റെ ഒരു മറുപടി ആയിട്ടാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം അത് ഫൈൻ ട്യൂൺ ആർഗ്യുമെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് ഇതാണ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ ആണ്. ഇനി വീക്ക് ആന്ത്രോപിക് പ്രിൻസിപ്പിളിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, സംഭവം ശരിയാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന യൂണിവേഴ്സ് എന്തായിരിക്കും, ലൈഫ് പെർമിറ്റിംഗ് ആയിരിക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് ദ യൂണിവേഴ്സ് ഐ ഒബ്സർവ് ബീങ് ഫൈൻ ട്യൂൺഡ്, അല്ലെങ്കിൽ ബീങ് ഹാവിങ് ദിസ് ഫൈൻ ട്യൂൺഡ് കോൺസ്റ്റന്റ് വിൽ ബി 100%. പക്ഷെ വിഷയം എന്താ വെച്ചാൽ, ദ പ്രോബിലിറ്റി ഓഫ് മീ ഒബ്സർവിങ് സച്ച് എൻ യൂണിവേഴ്സ് എന്താണ്, അപ്പോഴും ലോ തന്നെയാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ വീട്ടിനടുത്ത് മരിച്ച ഒരാൾ പുരുഷനാവാനുള്ള സാധ്യത എത്രയാണ്? 1/2 ആണ്. പക്ഷെ എൻ്റെ വീട്ടിനടുത്ത് ഒരാൾ മരിക്കാനുള്ള ഒരു പുരുഷൻ മരിക്കാനുള്ള സാധ്യത എത്രയാണ്? അത് 1/2 അല്ല. കാരണം അവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ച ആള് പുരുഷനാവാനുള്ള സാധ്യതയാണ് 1/2. അപ്പൊ ഇവിടെ ബേസിക്കലി ആന്ത്രോപിക് പ്രിൻസിപ്പിൾ ഇത്രേ പറയുന്നുള്ളൂ, നമ്മൾ ഒരു യൂണിവേഴ്സ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒബ്സർവ് ചെയ്ത യൂണിവേഴ്സ് ലൈഫ് പെർമിറ്റിംഗ് ആവാനുള്ള സാധ്യത 100% ആണ്. കാരണം അല്ലെങ്കിൽ നമ്മളത് ഒബ്സർവ് ചെയ്യൂല. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു യൂണിവേഴ്സ് ഒബ്സർവ് ചെയ്യാനുള്ള സാധ്യത 100% അല്ല. അപ്പൊ അത് മതി. അതായത് പ്രോബിലിറ്റി ഓഫ് observed universe being fine tuned 100% ആണെങ്കിലും probability of observing a universe that is fine tuned, I mean probability of observing a universe അപ്പോൾ എന്താണ്, ലോ തന്നെയാണ്. സോ ആന്ത്രോപിക് പ്രിൻസിപ്പിൾ ഒബ്ജക്ഷൻ അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യില്ല. മാത്രമല്ല നമ്മൾ ശരിക്കും ഫൈൻ ട്യൂൺ ആർഗ്യുമെൻ്റ് ഒക്കെ പറയുന്നത് നമ്മളൊരു അബ്ഡക്റ്റീവ് റീസണിങ് വഴി ഇപ്പോൾ ഉള്ള എവിഡൻസിന് ഒരു ബെസ്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെൻ്റ് ഒക്കെ പറയാം. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒബ്സർവ് ചെയ്ത എവിഡൻസുകൾ, അതായത് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ഏതാണ് കൂടുതൽ പോസിബിലിറ്റി, അതായത് ഏത് തിയറി, നമ്മൾ 2 തിയറി കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ദൈവമുണ്ട് അല്ലെങ്കിൽ നാച്ചുറലിസമാണ്, അങ്ങനെ 2 തിയറി കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഫൈൻ ട്യൂണിങ് വഴി ദൈവമുണ്ട് എന്നുള്ളതിനാണ് സാധ്യത കൂടുതൽ എന്നുള്ള രീതിയിൽ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ അല്ലാതെ ഫൈൻ ട്യൂണിങ് നമ്മൾ സെപ്പറേറ്റ് ഒരു ആർഗ്യുമെന്റ് ആയിട്ട് പറയുന്നതല്ല. അപ്പോൾ അദ്ദേഹത്തിന് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അതൊക്കെ ഒരു ലോജിക്കൽ റീസണിങ് ആണ് അല്ലേ? അതൊന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എങ്കിൽ ഇദ്ദേഹം എന്ത് സയൻസാണ് പഠിച്ചത്? ഇവിടെ വിഷയം എന്താ വെച്ചാൽ, നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു നോക്കി. നമ്മളിപ്പം അദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ് മറുപടി പറയല്ല നമ്മളോട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം വീക്ക് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ മൂപ്പര് തെറ്റിച്ചാ പറഞ്ഞത്. മൂപ്പര് എന്താ പറഞ്ഞത്, മൂപ്പര് എക്സ്പ്ലെയിൻ ചെയ്ത സംഭവം എന്താ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് വീക്ക് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അതും ഫൈൻ ട്യൂണിങ് തമ്മിലുള്ള ബന്ധം എന്താന്ന് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ പറയണം. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കൗണ്ടർ പറയാൻ. കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ എന്താണോ പറഞ്ഞത് അത് മനസ്സിലാക്കുക പോലും ചെയ്യാതാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എനിക്കൊന്ന് ഇതൊക്കെ മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിന് കുറെ പരിമിതി ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഏരിയ ആയിട്ടുള്ള ആസ്ട്രോഫിസിക്സ് മാത്രം അദ്ദേഹത്തിന് മനസ്സിലാവുന്നതാണ് എൻ്റെ ധാരണ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ആർഗ്യുമെന്റ് സെറ്റ് ചെയ്യാനോ ഒരു കൺക്ലൂഷൻ എത്താനോ അദ്ദേഹത്തിന് സാധ്യമല്ല എന്നാണ് തോന്നുന്നത്. അതായത് 2 ജോബും നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ നിരീശ്വരവാദികൾക്ക് മറുപടി പറയുമ്പോൾ
അവരെ സയൻസും പഠിപ്പിക്കണം, മതവും പഠിപ്പിക്കണം, ഈ രണ്ടും പഠിപ്പിക്കണം. യുക്തിയും അവരുടെ വാദം അവർക്ക് പറഞ്ഞു കൊടുക്കണം. വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് UAT ഏറ്റെടുത്തത് എന്നുള്ളതാണ്. രണ്ടാമത് അദ്ദേഹം സ്ട്രോങ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ ആണ്, അതും തെറ്റിച്ചാണ് പറയുന്നത്. സ്ട്രോങ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഡിസൈനർ ഉണ്ട് എന്നല്ല. സ്ട്രോങ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അറ്റ് എനി സ്റ്റേജ് ഓഫ് ദി യൂണിവേഴ്സിൽ എന്തായിരിക്കണം, അത് ലൈഫ് പെർമിറ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ലൈഫ് ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ പ്രപഞ്ചത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ പ്രോപ്പർട്ടീസ് ഡിസൈൻ ചെയ്തതുകൊണ്ടാവാം, അതല്ലെങ്കിൽ ഒരു പക്ഷേ സൈക്ലിക് യൂണിവേഴ്സ് കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ നെസസിറ്റി ആവാം, അങ്ങനെ പല കാരണങ്ങളാവാം. പ്രപഞ്ചത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ലൈഫ് പെർമിറ്റിംഗ് ആവുന്ന രീതിയിലാവൽ നിർബന്ധമാണ് എന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ സ്ട്രോങ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ പറയുന്നുള്ളൂ. അതല്ലാതെ അതിനൊരു ഡിസൈനർ ഉണ്ട് എന്നൊന്നും സ്ട്രോങ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ പറയുന്നില്ല. ഡിസൈനർ ഉണ്ട് എന്നുള്ളത് ഒരു ഓപ്ഷൻ മാത്രമാണ് അതിനകത്തുനിന്ന് എങ്ങനെ വരും എന്നുള്ളവർ. അതുമാവാം, ഇനി അതല്ലെങ്കിൽ സൈക്ലിക് യൂണിവേഴ്സ് ആവാം. ഇനിയിപ്പോൾ ഒരു ഡിസൈനർ, ഈ പ്രപഞ്ചത്തിനൊരു ഡിസൈനർ ഉണ്ട് എന്ന് പറയുന്ന ഒരാൾ സ്ട്രോങ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ പറയുന്ന ആളായിരിക്കണമെന്നില്ല. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് ലൈഫ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പെർമിറ്റ് ചെയ്യുന്നതാവണം എന്ന് നിർബന്ധമുണ്ട്. ഇത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ലൈഫ് പെർമിറ്റിംഗ് ആണെങ്കിൽ പോലും അങ്ങനെ ആവണമെന്ന് നിർബന്ധമുണ്ട് എന്നുള്ളൊരു പ്രിൻസിപ്പിൾ അത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാൾക്കും തീസ്റ്റായി ഈ പ്രപഞ്ചത്തിനൊരു ഡിസൈനർ ഉണ്ടെന്ന് വിശ്വസിക്കാം. അപ്പം രണ്ടും വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. സ്ട്രോങ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ അംഗീകരിക്കുന്ന എല്ലാവരും ഒരു ഈ പ്രപഞ്ചത്തിന് ഡിസൈനർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാവില്ല. പ്രപഞ്ചത്തിന് ഡിസൈനർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും സ്ട്രോങ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ അംഗീകരിക്കുന്നവരാവില്ല. സോ അതിന് ബന്ധമില്ല. അപ്പോൾ അത് അദ്ദേഹത്തിനുള്ള ആ ഒരു കൺക്ലൂഷൻ ഇതൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, എനിക്ക് എന്തൊക്കെയോ എന്താ പറയുക, പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചെറുപ്രാ പറഞ്ഞു പോവുക എന്നതാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അടുത്ത വീഡിയോയിലെങ്കിലും ഇത് കറക്റ്റ് ചെയ്തൊരു വീഡിയോ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് സെറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിന്റെ ഓഡിയൻസിന് ഒരു മാപ്പ് പറയണം, വീക്ക് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ തെറ്റിച്ച് പറഞ്ഞതിലെങ്കിലും. തുടർന്ന് അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങളോട് കേൾക്കാം. ഒരു ചീട്ടുകൾ വിജയിച്ചതിന് ശേഷം എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ചീട്ടുകളുടെ ഈ ഒരു സെറ്റ് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടാക്കിയെടുത്ത് തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വിജയിച്ചത് ആക്രോശിക്കുന്ന ഒരു വ്യക്തിയുടെ യുക്തിക്ക് സമാനമാണിത്. ആ വ്യക്തിക്ക് ഈ ഒരു സെറ്റ് ചീട്ട് മാത്രമല്ല കിട്ടാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണെങ്കിൽ 54 ക്വാഡ്രില്യൺ സാധ്യതകളാണ് അല്ലെങ്കിൽ ചീട്ടുകളുടെ സെറ്റുകളാണ് ആ ഒരൊറ്റ വ്യക്തിക്ക് കിട്ടുക. അതിൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ ചീട്ടുകളുടെ ഒരു സെറ്റ് കിട്ടിയപ്പോൾ അയാൾ വിജയിച്ചു. അങ്ങനെ ഒരു ചീട്ട് സെറ്റ് ചെയ്ത് കൊടുത്തത് അദൃശ്യമായിട്ടുള്ള ഒരു ശക്തിയാണെന്ന് അയാൾക്ക് വായിക്കാം. പക്ഷേ ആ ഒരു ചീട്ടിന്റെ സെറ്റ് മാത്രം കിട്ടിയാണോ അയാൾക്ക് വിജയിക്കാൻ സാധിക്കുക? ഈ 54 ക്വാഡ്രില്യൺ സാധ്യതകളിൽ കുറെ അധികം സാധ്യതകൾ അയാൾ വിജയിക്കാനുള്ള സാധ്യതകളായിരിക്കും. ഓക്കെ, ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ എന്താണ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ക്വാഡ്രില്യൺ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഡിനോമിനേറ്റർ മൂപ്പർ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ മൂപ്പർ പറയുന്നത് ന്യൂമറേറ്ററിൽ ഒരുപാട് ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് ഈ ഒരു സെറ്റ് മാത്രമല്ല, വേറെ സെറ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് ജയിക്കാൻ കഴിയും, വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും ആക്ച്വലി നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അതാണ് പ്രശ്നം. ഇപ്പം ഫൈൻ ട്യൂണിങ്ങിന്റെ വിഷയത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ടോട്ടൽ പോസിബിൾ വാല്യൂസ് എത്രയാണ് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ കോസ്മോളജിക്കൽ കോൺസ്റ്റൻസിന് മൊത്തം എത്ര വാല്യൂസ് എടുക്കാൻ കഴിയും, എത്ര ഡിവൈഡ് ചെയ്യാൻ കഴിയും എന്ന് നമുക്കറിയാം. ഇതിൽ ഏതൊക്കെ വാല്യൂസ് ആണ് ലൈഫ് പെർമിറ്റിംഗ് ആവുന്നത്, ഏത് റേഞ്ചാണ് ലൈഫ് പെർമിറ്റിംഗ് ആവുന്നത് നമുക്കറിയാം. അപ്പോൾ അത് ന്യൂമറേറ്ററിൽ ഇട്ടാൽ മതി, നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ഒരു വാല്യൂവിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ സ്വാഭാവികമായും അവിടെ പിന്നെ നക്ഷത്രങ്ങളോ ജീവജാലങ്ങളോ പ്രപഞ്ചമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എത്ര ഉണ്ട് എന്നുള്ളത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 1/10⁻123 പോലെയുള്ള വലിയ വലിയ കണക്കുകളൊക്കെ കിട്ടുന്നത്. അത്രയും സാധ്യത കുറവാണ്. ഇത് യാദർശികമായ ഒരു ഡിസൈനർ ഇല്ലാതെ ഡിസൈൻ ചെയ്യാതെ യാദർശികമായി വരാനുള്ള സാധ്യത അത്രയും കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് പോസിബിലിറ്റി ഒന്ന് മാത്രമാണ് എന്നുള്ളത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. അതെങ്ങനെയോ വന്നു ചേർന്നതാണ് എന്നാണ് പുള്ളിയുടെ ആർഗ്യുമെന്റ്. അല്ല, ഈ ഉദാഹരണം എന്തുമായിട്ടാണ് മൂപ്പര് റിലേറ്റ് ചെയ്തത് നമുക്കറിയില്ല. ഉദാഹരണം പറയുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. കാരണം ഇതിൽ ബേസിക്കലി മൂപ്പര് പറയുന്നത് ആൾക്ക് ജയിക്കാൻ വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലൈഫ് പെർമിറ്റിംഗ് യൂണിവേഴ്സ് വരാൻ വേറെ ഓപ്ഷൻസ് ഉണ്ടെന്നാണ് മൂപ്പര് ഉദ്ദേശിക്കുന്നതെങ്കിൽ സോ സോറി, വേറെ ഓപ്ഷൻസ് ഇല്ല. ലൈക്ക് എല്ലാ ഓപ്ഷൻസും നമ്മൾ ന്യൂമറേറ്ററിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത്രയും ചെറിയ പ്രോബിലിറ്റി കിട്ടുന്നത്. എനിക്കൊന്നത് കുറേ കൂടി നമ്മൾ ഓഡിയൻസിന് മനസ്സിലാവുന്ന തരത്തിൽ പറയുകയാണെങ്കിൽ ഫോർ നമ്മളൊരു പിന്നെ ലൈഫ് ഒറിജിൻ ഓഫ് ലൈഫ് ഡിസ്കഷനിലോട്ട് ഇതിനൊന്ന് ചുരുക്കി കൊടുത്താൽ, ഇപ്പോൾ ഒരു സിംഗിൾ സെൽ ഫോം ചെയ്യുന്ന സമയത്ത് 3 ബില്യൺസോളം DNA ന്യൂക്ലിയോടൈഡ്സ് എന്ന് ഒരു പ്രത്യേക ജനറ്റിക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സെല്ലിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രത്യേക ഇപ്പോൾ 150-200 ന്യൂക്ലിയോടൈഡ്സ്
ചേർന്നിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ ചേർന്നാൽ മാത്രമേ ലൈഫ് സാധ്യമാവുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് അത് മാത്രമല്ല ഒരുപാട് കോമ്പിനേഷൻ സാധ്യമാണ് എന്നാണ്. പക്ഷേ അതിൽ അങ്ങനെ ഒരു ന്യൂക്ലിയോടൈഡ് പോലും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതം സാധ്യമാവില്ല എന്നും മാത്രമല്ല മനുഷ്യരിൽ തന്നെ അങ്ങനത്തെ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചാൽ അതിമാരകമായ അസുഖങ്ങൾ കാരണമാവുന്നൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാം. പക്ഷെ അദ്ദേഹം പറയുന്നത് അവിടെ ഒരുപാട് പോസിബിലിറ്റി സാധ്യമാവണം എന്നുള്ളതാണ്. ഇല്ല, അത് പോസിബിൾ അല്ല എന്ന് കാൽക്കുലേറ്റ് ചെയ്താണ് ഈ കാൽക്കുലേഷൻ. പോസിബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ഫോർമേഷനൊക്കെ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറയുന്നത് ഭീകര അബദ്ധം തന്നെയാണ് എന്നാണ് ഇവിടെ നമുക്ക് എന്താണ് ഇപ്പൊ കമ്പ്യൂട്ടർ സിമുലേറ്റേഴ്സിലൂടെയും സൂപ്പർ കമ്പ്യൂട്ടേഴ്സിലൂടെ ഒക്കെ നമുക്കറിയാം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഏതൊക്കെ വാല്യൂസ് എടുത്താൽ എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാവുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അതിന്റെ ബേസിസിൽ ഇത് പറ്റില്ല എന്നുള്ളത് അതിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രോബബിലിറ്റീസ് ഒക്കെ ആസ്ട്രോഫിസിസ്റ്റുകളും മറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതനുസരിച്ച് ഇവിടെ ഒരൊറ്റ പ്രപഞ്ചമല്ല, അനേകം പ്രപഞ്ചങ്ങളുണ്ട്. മൾട്ടിവേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഓരോ പ്രപഞ്ചങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളാണ്. ഇവിടുത്തെ നിയമമല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പൊളിച്ചെടുത്ത് കൂടെ നടത്തേണ്ടി വരും. മൾട്ടിവേഴ്സ് ഇപ്പോഴും നമ്മൾ തെളിയിച്ചിട്ടില്ല. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ തിയറിയായിട്ട് മാത്രം നിർത്തിയാണ്. അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇത് മാത്രമല്ല നമ്മുടെ പ്രപഞ്ചം. അതായത് നമ്മൾ ഒട്ടും തന്നെ സ്പെഷ്യൽ അല്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഒട്ടും സ്പെഷ്യൽ അല്ല. കാരണം ഇത്തരത്തിൽ അനേകം പ്രപഞ്ചങ്ങളുണ്ട്. അവിടെയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. 54 ക്വാർട്ടർലി ചീട്ടുകളുടെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞല്ലോ. അതിലെ ഒരൊറ്റ സാധ്യത മാത്രമായിരിക്കും ഈ പ്രപഞ്ചം. അതിന്റെ അനേകം സാധ്യതകൾ വേറെയുണ്ട്. അതെല്ലാം വേറെ പ്രപഞ്ചങ്ങളാണ്. അവിടെയും ഇതിൽ ഇദ്ദേഹം പറയുന്നത് നേരത്തെ ഒരു സ്പെഷ്യൽ തിയറി, ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ തിയറി ആയിട്ട് മുന്നോട്ട് വരികയാണ്. അതായത് മറ്റു പ്രപഞ്ചങ്ങൾ, മൾട്ടിവേഴ്സ് തിയറി ഉണ്ടാവാം, മറ്റു പ്രപഞ്ചങ്ങൾ ഉണ്ടാവാം, അവിടെ മനുഷ്യരെ പോലെ തന്നെ ജീവജാലങ്ങൾ ഉണ്ടാവാം, അതുകൊണ്ട് മനുഷ്യൻ സ്പെഷ്യൽ അല്ല എന്നുള്ള മറ്റൊരു ആർഗ്യുമെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഡിസൈനർ ഇല്ല, അല്ലെങ്കിൽ ദൈവമില്ല എന്നുള്ള ആർഗ്യുമെൻറ്റ് വരുന്നത് മനസ്സിലാവണില്ല. മാത്രമല്ല നമ്മൾ വിശുദ്ധ ഖുർആൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് 7 പ്രപഞ്ചത്തെക്കുറിച്ചും 7 ഭൂമിയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അത് സയൻസ് എത്രത്തോളം അവിടെ കണ്ടെത്തുന്നുള്ള കാര്യത്തിലാണ് നമുക്ക് അതൊരു ശാസ്ത്രത്തിൻ്റെ മേഖല ആയതുകൊണ്ട് നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കൽ എത്രത്തോളം സാധ്യമാണ് എന്നറിയില്ല. അപ്പം പക്ഷേ ഈ ആർഗ്യുമെൻറ്റ് എങ്ങനെ ഇതിനായിട്ട് ഫിറ്റ് ആവുക എന്ന്, ഇയാളെ കൺക്ലൂഷനുമായി ഫിറ്റ് ആവുക അല്ലെ ഇദ്ദേഹത്തിൻ്റെ ടൈറ്റിലുമായി ഫിറ്റ് ആവുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് എന്താണ് നമ്മൾ സ്ട്രോങ് ആണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, അന്യഗ്രഹ ജീവികളുണ്ട് എന്നുള്ളത്. ലൈക്ക് ഉണ്ടാവാം, ഉണ്ട് എന്ന് പറയാം, ഉണ്ടാവാം. ലൈക്ക് അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് ഡിസൈനർ ഇല്ല എന്നുള്ളത് തെളിവാകുന്നത് എനിക്കറിയില്ല. മനുഷ്യൻ സ്പെഷ്യൽ അല്ല എന്നുള്ളത് തെളിവാകുന്നില്ല എന്നുള്ളതാണ്. അന്യഗ്രഹ വേണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഭൂമിയിൽ തന്നെ ധാരാളം ജീവജാലങ്ങളുണ്ട്. ഈവൻ ഇഫ് അന്യഗ്രഹ ജീവികൾ നമ്മളെ പോലെ സിവിലൈസേഷൻ ഉണ്ടാക്കുന്ന ഒരു ജീവികളാണെങ്കിൽ തന്നെ ഓക്കെ, അവരും നമ്മളും സ്പെഷ്യൽ ആണെന്നേ വരുന്നുള്ളൂ. ഓക്കെ, അവരവരുടെ അത് മൂപ്പരുടെ ഇതുവരെ പറഞ്ഞ വാദങ്ങളെയൊക്കെ ഗണിക്കുക ചെയ്യുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിൽ നമ്മളൊരു ചെറിയ ഭാഗത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നതിനപ്പുറം അല്ല, നമ്മൾ മാത്രമല്ല അവരുണ്ട് എന്നതാണത് ബേസിക്കലി. ഒരു കൺക്ലൂഷൻ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് അദ്ദേഹം സയൻസ് ഒക്കെ പറയുന്നുണ്ട്, നമ്മളും കുറെ കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യുന്നുണ്ട്. ഈ കൺക്ലൂഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നിടത്ത് മാത്രമാണ് നമുക്ക് പ്രശ്നമുള്ളത്. അവിടെ ധാരാളം ഫാലസികൾ അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ ഈ കാൽക്കുലേഷൻ മൂപ്പർ എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളത് അറിയില്ല. ലൈക്ക് പ്രപഞ്ചത്തിൽ ജീവനുള്ള അല്ലെങ്കിൽ ജീവനുള്ള സ്ഥലങ്ങൾ ഇത്ര ശതമാനം സ്ഥലങ്ങളിൽ മാത്രമേ ജീവനുള്ളൂ എന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ മൂപ്പർ എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളത് മൂപ്പർ വ്യക്തമാക്കണം. കാരണം ഇപ്പം പ്രോബബിലിറ്റി ബേസിലാണ് മൂപ്പർ കാൽക്കുലേറ്റ് ചെയ്തത്. കാരണം നമ്മൾ ഒബ്സർവ് ചെയ്യാത്ത ഒരുപാട് യൂണിവേഴ്സുകളുണ്ട്. നമ്മൾ വിസിബിൾ യൂണിവേഴ്സിൽ തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒബ്സർവേഷൻ്റെ ബേസിസിലല്ല ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് പ്രോബബിലിറ്റിയുടെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ ആ പ്രോബബിലിറ്റിക്ക് സ്വാഭാവികമായും ഇപ്പോൾ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കൂടുതൽ സ്ഥലങ്ങൾ ലൈഫ് പെർമിറ്റിംഗ് ആക്കാൻ പറ്റും. ഇവിടെ ഈ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചിലപ്പം ദൈവം ഇല്ല എന്നുള്ള അസംഷനിലായിരിക്കും. അത് പ്രശ്നം വേറൊന്നുമല്ല, സർക്കുലർ ഫാലസിയാണ്. ദൈവമില്ല, അതുകൊണ്ട് ലൈഫ് എന്താണ് പ്രപഞ്ചത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലും ലൈഫ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്, അതുകൊണ്ട് ദൈവമില്ല. പക്ക സർക്കുലർ ഫാലസിയാണെന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എങ്ങനെ ഫ്രെയിം ചെയ്യണം എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായ ധാരണ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇനി എഗെയിൻ ഈ കാൽക്കുലേഷൻ മൂപ്പർ എങ്ങനെ നടത്തിയെന്നുള്ളത് മൂപ്പർ വ്യക്തമാക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കിയിടത്തോളം പ്രപഞ്ചത്തിൽ ഈവൻ ഈ പറയുന്ന കോൺസ്റ്റന്റുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഈ ഒരു കറക്റ്റ് ലെവലിൽ കോൺസ്റ്റന്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ലൈഫ് ഒറിജിൻ ചെയ്യുക എന്നുള്ളത് അതിലും സാധ്യത കുറവുള്ളൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ പ്യൂർലി പ്രോബബിലിസ്റ്റിക്കലി ആണ് മൂപ്പർ നോക്കുന്നതെങ്കിൽ നമ്മുടെ പ്രപഞ്ച ഭൂമിയിലടക്കം ലൈഫ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതെ, ലൈഫ് ഉണ്ടാവുന്നത് തന്നെ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രസന്റേഷൻ നമ്മൾ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. ഒറിജിൻ ഓഫ് ലൈഫ് 2 എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും. അപ്പം അത് പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം വരുന്ന സംഭവമാണ്. അപ്പം എന്തുമാത്രം പ്രോബബിലിറ്റി കുറവാണ് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും എന്നുള്ളത്. ഈ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം അതിലൊരു ജീവൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി എത്രത്തോളം കുറവാണ് ബൈ ആക്സിഡന്റ് എന്ന് നമ്മൾ കൃത്യമായി വിശദീകരിച്ചാണ്. എന്തായാലും നമ്മൾ ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാണ്. അല്ല, ഒരു കാര്യം കൂടി ഇതിലിപ്പോൾ ഒരു ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കുന്നത് എങ്കിൽ എന്തിനാണ് ഇത്ര വലിയ പ്രപഞ്ചം ഉണ്ടാക്കുന്നത്?
അപ്പം ഈ ചോദ്യം നമുക്ക് രണ്ട് രീതിയിൽ ഇതാക്കാം. ഒന്ന്, മനുഷ്യന് വേണ്ടിയിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നതെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാ സ്ഥലത്തും മനുഷ്യരെ കൊണ്ടുപോയി സൃഷ്ടിക്കാമായിരുന്നു എന്നുള്ളതാണ്. ലൈക്ക് വൈ? അത് മനുഷ്യനുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ദൈവം കൂടുതൽ ചെയ്യില്ല എന്നുള്ളത്. ഒന്ന്, ഇദ്ദേഹം തന്നെ അതിൽ പറഞ്ഞു മൾട്ടിവേഴ്സുകൾ ഉണ്ട് എന്നുള്ളത്. മേ ബി മൾട്ടിവേഴ്സുകൾ ഉണ്ടാവാം. ഒരു പ്രപഞ്ചത്തിൽ തന്നെ എല്ലാ മനുഷ്യരും ഉണ്ടാക്കണമെന്നുള്ളത്. മേ ബി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മൾട്ടിവേഴ്സുകൾ ഉണ്ടാവാം. ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മൾട്ടിവേഴ്സിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ജീവജാലങ്ങൾ ഉണ്ടാകാം. അപ്പം ഒരു പ്രപഞ്ചത്തിൽ തന്നെ പാക്ക് ചെയ്തുണ്ടാക്കണം അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് ഒരു സ്ഥലത്തും നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ മനുഷ്യന്മാരുണ്ടാക്കണം എന്നില്ലല്ലോ. അപ്പം ആരും അതായത് ദൈവം മനുഷ്യരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മനുഷ്യരുണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ജീവജാലങ്ങൾ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഉണ്ടാക്കണം എന്നാണെങ്കിൽ അത് വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുത്താൽ തന്നെ അതങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ലൈക്ക് ഇൻഫിനിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര ഉണ്ടെങ്കിലും ഇനിയും നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് യൂണിവേഴ്സുകൾ ഉണ്ടാവാം. അവിടെ ഇതുണ്ടാവാം, ഇല്ല എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ തെളിവൊന്നുമില്ലല്ലോ. ദൈവത്തിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് യൂണിവേഴ്സ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കുമെങ്കിൽ ഇൻഫിനിറ്റും ദൈവത്തിന് ഉണ്ടാക്കാം. അതുകൊണ്ട് ദൈവം ഇല്ല എന്നുള്ളത് എങ്ങനെ ആവുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നത്. രണ്ട്, ഒരു പക്ഷേ ചോദിച്ചേക്കാം, ഈ മനുഷ്യന് മാത്രം ഉള്ളതാണ് എങ്കിൽ, മനുഷ്യന് മാത്രം വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ഇത്ര വലിയ പ്രപഞ്ചം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു കുറഞ്ഞ അളവിൽ ഉണ്ടാക്കിയാൽ പോരെ എന്നുള്ളത്. ഇതൊരു ആന്ത്രോഫോമിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ഒരു 2 പേര് മാത്രം അടങ്ങുന്ന ഒരു ഫാമിലി അംഗത്തിന് വേണ്ടി ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറഞ്ഞ റൂമുകളായിരിക്കും ഉണ്ടാക്കുക. അതേ സമയത്ത് കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വലിയ വീടായിരിക്കും ഉണ്ടാക്കാം. അതങ്ങനെയാണ് ചെയ്യാം. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. ഈവൻ മനുഷ്യന്മാരിൽ പോലും കൂടുതൽ സാമ്പത്തികമായുള്ള ആളുകൾ, ചിലപ്പം 6 മെമ്പറുള്ള ഫാമിലിക്ക് 600 റൂമുകൾ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. ഓക്കെ, മേ ബി അംബാനിയൊക്കെ ചിലപ്പം അദ്ദേഹത്തിൻ്റെ വലിയ വീടായിരിക്കാം, ഉണ്ടാക്കി വെക്കാം. ലൈക്ക് സ്വാഭാവികമായി അത് ചെയ്യാം. ഇത് എവിടെയാണ് വിഷയം എന്ന് വെച്ചാൽ ദൈവം സർവശക്തനാണ് എന്നുള്ള കാര്യം മറക്കുമ്പോഴാണ്. ദൈവം സർവശക്തനാകുമ്പോൾ സ്വാഭാവികമായും ദൈവത്തിന് മനുഷ്യരുണ്ടാക്കണം. അല്ലെങ്കിൽ ഒരു 1 ബില്യൺ മനുഷ്യന്മാരുണ്ടാക്കണം. അപ്പോൾ ആ 1 ബില്യൺ മനുഷ്യന്മാർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രഹം, ആ ഗ്രഹത്തിന് ചുറ്റും ദൈവത്തിന് എന്തും സൃഷ്ടിക്കാം. ഒന്നെങ്കിൽ ആ ഒരു ഗ്രഹം മാത്രമായിട്ട് സൃഷ്ടിക്കാം, അതല്ലെങ്കിൽ മൊത്തത്തിലൊരു പ്രപഞ്ചം എന്ന രീതിയിൽ സൃഷ്ടിക്കാം. ദർ ഈസ് നോ റീസൺ ടു പ്രിഫർ വൺ ഓവർ ദ അതർ. മനുഷ്യൻ്റെ കാര്യത്തിലുണ്ട്. കാരണം നമുക്ക് റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മൾ എന്താണെങ്കിലും എന്ത് ചെയ്യുന്നില്ല, 100 ബില്യൺ മനുഷ്യന്മാരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടും കണക്കാണ്. ഈ വലിയ പ്രപഞ്ചം ഉണ്ടാക്കുന്നത് കൊണ്ട് ചെറിയ പ്രപഞ്ചം ഉണ്ടാക്കുന്നതുകൊണ്ടോ ദൈവത്തിന് കൂടുതൽ കഷ്ടപ്പാടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിന് രണ്ടും ഒരേപോലെയാണ്. വലിയ പ്രപഞ്ചം ഉണ്ടാക്കുന്നതും ചെറിയ പ്രപഞ്ചം ഉണ്ടാക്കുന്നതും ഒരേപോലെയാണ്. ദർ ഇസ് നോ റീസൺ വൈ ഹി ഷുഡ് പ്രിഫർ എ സ്മോൾ യൂണിവേഴ്സ് ഓവർ ദ ഗ്രേറ്റർ വൺ. മാത്രമല്ല ദർ ആർ ഗുഡ് റീസൺസ്. ലൈക്ക് ഇപ്പം ദൈവത്തിൻ്റെ പ്രതാപം കാണിക്കുക, അവൻ്റെ മഹത്വം കാണിക്കുക. സ്വാഭാവികം ഇത്ര വലിയൊരു പ്രപഞ്ചത്തിൽ നമ്മൾ ചെറുതാണ് എന്നുള്ളത്, ഈ പ്രപഞ്ചങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു സൃഷ്ടാവാണ് എന്നെ ഉണ്ടാക്കിയത് എന്നുള്ളത്. ലൈക്ക് ഇതിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ അഹങ്കരിക്കാനൊന്നുമില്ലെന്ന്. സ്വാഭാവികമായും അഹങ്കരിക്കാനൊന്നുമില്ല. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് സൃഷ്ടിച്ചതാണ് നമ്മളെ. അപ്പം നമ്മളെന്ന് പറയുന്നത് അവന് പറയുന്നതെല്ലാം കേൾക്കുകയാണ് വേണ്ടത്. അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയാണ് വേണ്ടത്. അവൻ സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. ലൈക്ക് ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാക്കിയ ഒരു സൃഷ്ടാവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദാറ്റ് വുഡ് മേക്ക് us humble. അതെ. സോ അതൊന്നും ഡിസൈനർ ഇല്ല എന്ന വാദത്തിനെയല്ല. അവിടെ ഡിസൈനർ ഉണ്ട് എന്നതുകൊണ്ട് അഹങ്കരിക്കേണ്ട ആവശ്യവും വരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പിന്നെ ഇദ്ദേഹം ഏതോ ഒരു പുസ്തകം വായിച്ചു വന്ന് ചില ആർഗ്യുമെന്റ്സ് സെറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ കൺക്ലൂഷനുമായി യാതൊരു മാച്ച് ആവാത്ത രൂപത്തിൽ അദ്ദേഹം നമ്മൾ പറയാറുണ്ടല്ലോ. ഹോൾഡ് യു റെസ്പെക്ട്. മേ ബി ആ പുസ്തകം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. ലൈക്ക് ഇത് വെച്ചിട്ട് കാൾസാഗൻ ഏതെങ്കിലും ഇതിൽ മോശക്കാരനാണ് എന്ന് നമ്മൾ പറയുന്നില്ല. മേ ബി അദ്ദേഹം വായിച്ചതിന്റെ പ്രശ്നമോ അതല്ലെങ്കിൽ അദ്ദേഹം പ്രസന്റ് ചെയ്തതിന്റെ പ്രശ്നമോ ആവാം. ആൾക്കാരെ മോശക്കാരാക്കേണ്ട ആവശ്യമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ അഡ്രസ് ചെയ്യുള്ളൂ. ഈവൻ ബ്രൈറ്റ് കേരളത്തിനെ പോലും അദ്ദേഹത്തെ മോശക്കാരൻ ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞ ആർഗ്യുമെന്റുകൾ ഇങ്ങനെ പ്രശ്നങ്ങൾ അസംബന്ധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും. എന്തായാലും നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ചെരുപ്പിനനുസരിച്ച് കാൽ മുറിക്കുന്ന ഒരു ഏർപ്പാടാണ്. അദ്ദേഹം ഒരു കൺക്ലൂഷൻ കൊടുന്നു വന്നിട്ട് അതിൽ അദ്ദേഹം മനസ്സിലാക്കിയ ചില ശാസ്ത്ര കാര്യങ്ങളെ അദ്ദേഹം അതിനനുസരിച്ച് ലിങ്ക് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. എന്തായാലും പിന്നെ അത് പാളിപ്പോയിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ എഫേർട്ട് കൂടാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു പണിയും അത് വിശദീകരിക്കേണ്ട ഒരു പണി ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അടുത്ത വീഡിയോയിലെങ്കിൽ അദ്ദേഹം പ്രോപ്പറായിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്.